എന്തിനാ എന്നെ ഇങ്ങനെ പറ്റിക്കുന്നേ? വരാമെന്ന് പറഞ്ഞിരുന്നല്ലേ? എങ്ങോട്ട് പോകുന്നു എന്നെങ്കിലും പറയാമായിരുന്നില്ലേ? എന്തിനാ എന്നെ ഇങ്ങനെ പറ്റിക്കുന്നേ? സ്വാമി, ഊണ് കഴിക്കുന്നില്ലേ? മെരിയാൻ എവിടെ പോയി? അവൾ ഡോക്ടർ മേനോനോടൊപ്പം പോയി. എന്തിന്? അവളുടെ ഗവേഷണത്തിന് ആവശ്യമായ എന്തോ വിവരങ്ങൾ സ്വാമിയെ പറ്റി ശേഖരിക്കാൻ. എന്നെ പറ്റിയോ? ഗവേഷണോ? നിങ്ങളുടെ മരുമകളുടെ ഗവേഷണത്തിന് എന്നെ ഒരു ഗിനിപ്പന്നിയാക്കുകയായിരുന്നല്ലേ? എന്താ സ്വാമി ഇങ്ങനെ പറയുന്നത്? ഞാൻ കണ്ട ഏറ്റവും വലിയ സത്യമാണ് എന്റെ മുന്നിൽ നിൽക്കുന്ന മദർ നോബൽ. നിങ്ങൾ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ? എല്ലാരും എന്നെ പറ്റിക്കുകയാണ്. ഇരിക്കൂ. മെറിയാനയുടെ റിസർച്ചിന് ഏറ്റവും പറ്റിയ സ്പെസിമെനാണ് സിദ്ധാർത്ഥൻ സ്വാമി. സ്വാമിയെക്കുറിച്ച് മെറിയാന നേരിട്ട് മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ ബേസിസിൽ മാത്രമാണ്. സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന, സ്നേഹത്തിന് മുന്നിൽ അലിഞ്ഞില്ലാതാകുന്ന, ഒരിക്കലും സ്വാമിക്കാകാൻ കഴിയാത്ത ഒരു കാമുകൻ. യെസ്, എനിക്കറിയാം സ്വാമിയെ. മെറിയാന ഇപ്പോൾ സ്വാമിയുടെ കാമുകിയുടെ സ്ഥാനത്താണ്. ഇത് വിട്ടാൽ മനോരോഗത്തിൻ്റെ മൂടലിൽ സത്യാന്വേഷിയായ ഒരു ഫിലോസഫറെ സ്വാമിയിൽ കണ്ടു കാണും. ഞാൻ പഠിച്ച സിദ്ധുവിനെ കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ റിസർച്ച് കംപ്ലീറ്റ് ആവുകയുള്ളൂ. വെൽ, ഈ ടേപ്പുകൾ സമയമെടുത്ത് മെറിയാന കേൾക്കൂ. ഹിപ്നോട്ടൈസ് ചെയ്ത് സ്വാമിയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ്.